ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൃഷ്ണ, വരണ്ട ചിന്തകള് എന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വരുത്തല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ട് എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലേ? എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലേ? പെട്ടെന്ന് രാധികയുടെ മുമ്പിൽ ചെന്ന അയാൾ എന്നെ നിഷേധിക്കും, കൂടെ വരാൻ നിഷേധിക്കും. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സമയം വേണം. അതുവരെ ഇങ്ങനെ തന്നെ പോട്ടെ. ഒരു തീരുമാനവും നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്ന പോലെ മോൾക്ക് തോന്നരുത്. സമയമെടുക്കട്ടെ. അത് കഴിഞ്ഞ് എല്ലാം തുറന്നു പറയണം. അവൾ ആഗ്രഹിക്കുന്ന എല്ലാം സാധിച്ചു കൊടുക്കണം. പാവം, ഒരുപാട് സങ്കടങ്ങളുണ്ട്. എല്ലാം തീർക്കണം. ജീവിതത്തിൻ്റെ നിറങ്ങൾ അയാൾക്ക് കാണിച്ചു കൊടുക്കണം. എന്റെ മോൾ കണ്ട എല്ലാ സ്വപ്നങ്ങളും എനിക്ക് യാഥാർത്ഥ്യമാക്കണം. അനാഥയല്ലെന്ന് അവൾ തിരിച്ചറിയണം. എന്നിട്ട് എന്റെ മോളായിട്ട് ഈ ലോകത്തിന് എനിക്ക് അവളെ കാണിച്ചു കൊടുക്കണം. മോളെ ഇറങ്ങ. വാ. ഒരു കഴിക്കേ. മോളെ, ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം. ശ്യാമേ, ഇറങ്ങിയോ നിങ്ങള്? ആ, ഇറങ്ങിയെടുത്തേ. മോളുടെ മനസ്സിൽ ഉറച്ച തീരുമാനമോ. പക്ഷേ എനിക്കിപ്പോഴും അതിനോട് പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ല. എല്ലാം തൽക്കാലത്തേക്കാന്ന് കരുതിയാൽ മതി. ഐശ്വര്യയുടെ ശല്യം ഒന്ന് തീരട്ടെ. എന്നിട്ട് നമുക്ക് രാധികയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. പക്ഷേ രാധിക മോളായതുകൊണ്ട് എനിക്കൊരു പേടിയാ. എല്ലാം ശരിയാകും ശ്യാമേ. ആ, പിന്നെ വരുണിവിടെ വന്നിരുന്നു. എന്നോട് അല്പം ബഹളം വെക്കുകയും ചെയ്തു. വരുൺ എപ്പോ വേണമെങ്കിലും ഏതെങ്കിലും വഴിക്ക് നിങ്ങൾ തിരഞ്ഞെത്താൻ സാധ്യതയുണ്ട്. ഒരു തരത്തിൽ ആ കാര്യത്തിൽ നിന്ന് ഓടി ഒളിക്കാനാ രാധിക മോൾ ശ്രമിക്കുന്നത്. ആ വിഷയത്തിൽ നമുക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ലല്ലോ എഴുതി. എപ്പോഴാണ് നിങ്ങൾ അങ്ങോട്ടേക്ക് എത്തുക? കുറച്ച് സമയം കൂടി എടുക്കും. ആശ്രമത്തിൽ ഞാൻ എല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം അവരുടെ മുൻപിൽ ഫിദയായിട്ടിരുന്നാ മതി.
ശ്യാമയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പാവ സ്വാമിമാരല്ലേ, അഭിനയിച്ച് വെളുപ്പിക്കാനൊന്നും ചിലപ്പം പറ്റിയെന്ന് വരില്ല. ശരി അടുത്തേ. എന്തൊരു തോന്നലാ ഇത്? ചിന്തകള് എന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വരുത്തല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ട് എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലേ? എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലേ? പറ്റില്ല. കാരണം നിനക്ക് എന്നോടുള്ള സ്നേഹം സത്യം. എന്നിൽ നിന്ന് ഓടി ഒളിക്കാൻ നിനക്കാവില്ല. നിന്നെ പിരിയാൻ എനിക്കും പറ്റില്ല.